എല്ലാ പ്രോഗ്രാമുകളും ശ്രീനാരായണ ഗുരു സമിതിയുടെ എല്ലാ പ്രോഗ്രാമുകളും അത് എവിടെ വെച്ച് നടന്നാലും എത്തുന്നുണ്ടല്ലോ. ആ മുഖം അവിടെ കാണുന്നത് എന്തുകൊണ്ടാണ്? ദൈവം പറഞ്ഞ നിങ്ങളെക്കാൾ ഉപരി എനിക്ക് ഗുരുദേവന്റെ എന്തോ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നീട് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. മറ്റ് ദൈവത്തെ എല്ലാം വിശ്വസിച്ചു, അതിലെല്ലാം വിശ്വാസവും ഉണ്ട്. അതിലുപരി വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ആചാര്യ സ്വരൂപനായ നമ്മുടെ അച്ഛനെ അമ്മയും നാം വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തെത്തും, നമുക്ക് സഹായഹസ്തമായിട്ട് നിൽക്കും. അതിന് തുല്യമാണ് ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങള്. നമ്മളുടെ എന്തെങ്കിലും ഒരു വിഷമസംഗതികളിൽ ഗുരുദേവന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹായമായിട്ട് എത്തുന്നത്. ഇന്ന് എല്ലാ ദൈവത്തെയും വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉണരുന്നതിന് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പും ശ്രീനാരായണ ഗുരുദേവന്റെ നാമം നാവിൽ ഉരുവിടാറുണ്ട്. അതിനുള്ള ഒരു അനുഗ്രഹം എനിക്കുണ്ട്, എന്റെ കുടുംബത്തിനുണ്ട്. ഇതുപോലെ ആയിരിക്കണം ശ്രീനാരായണീയരായ നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും ചെയ്യേണ്ടതെന്ന്. നാവിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ശ്രീനാരായണ ഗുരുദേവന്റെ നാമം ഉരുവിടാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും അതിലുപരി മറ്റു ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നതിലും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം, ഗുരുദേവൻ നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന രീതിയിൽ കൂടെ ഉള്ള ഒരു മുഖഛായയാണ് അവിടുത്തെ പ്രതിമ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മറ്റൊരു സംഘടനയിലും, പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഈ 10ാം വർഷമായിട്ട് ഇന്ദ്രാണിനഗർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന ഞാൻ പോലും ഇത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് എന്റെ സ്ഥാപനത്തിൽ തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഗുരുദേവന്റെ ഒരു കല്പിതമാണ്, അദ്ദേഹത്തിന്റെ ഒരു വെളിപാടായിരിക്കും. നീ ഇന്നതുപോലെ ഇന്ന സമയത്ത് ഇന്നടത്ത് വന്ന് ഇന്നതുപോലെ ചെയ്യണം, അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളിൽ ആരും വലിയവരല്ല, ഗുരുദേവന്റെ ഒരു സേവകൻ മാത്രമാണ്. ദാസനായിട്ട് എന്നും ശ്രീനാരായണ ഗുരു സമിതിയോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. അതിന് അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും ഗുരുദേവനോട് ഈ അവസരത്തിൽ ഇന്ദ്രാണിനഗർ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും 2 വാക്ക് സംസാരിക്കുക ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ ഭാരവാഹികളും എനിക്ക് നൽകിയ ഈ ബഹുമാനത്തിനും ആദരവിനും സ്നേഹത്തിനും അതിലുപരി എല്ലാ